മഹിളാ കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. മദ്യവിമോചന മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് ഇ. എ. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും നാട് മുഴുവൻ എല്ലാ മുക്കിലും മൂലയിലും വ്യാപകമായി വർദ്ധിപ്പിച്ചിട്ട് എന്നിട്ട് അവരെ വന്ന് പ്രസംഗിക്കാണ്, മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കൂ, ഞങ്ങൾ നിങ്ങൾ കൊണ്ടുകൊടുക്കും, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചോളൂ. അത് പറയുവാണോ? നമ്മുടെ മക്കൾ നമ്മളെല്ലാവരും ഇവര് ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച മക്കൾ വളർത്തണേ. പക്ഷെ ഈ കുട്ടികൾക്ക് സാധനം ഞാൻ കൊടുത്തത് അല്ലെങ്കിൽ മാതാപിതാക്കൾ കൊടുത്തതല്ല, അവരുടെ കൈകളിലേക്ക് എത്തിയതാണ്. എവിടുന്ന് എത്തി, എങ്ങനെ വന്നു, അത് തടയേണ്ട ഉത്തരവാദിത്തം. അതിനാണ് ഈ സർക്കാർ വെച്ചിരിക്കുന്നത്. നമ്മള് പണിയെടുക്കുന്ന കിട്ടുന്ന കാശ് ടാക്സ് കൊടുത്തിട്ട് ഇവർക്ക് വിലസാൻ വേണ്ട കാശ് കൊടുത്ത് അവര് പോലീസുകാർക്ക് എക്സൈസുകാർക്കൊക്കെ ശമ്പളം കൊടുക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ ശമ്പളം കൊടുക്കുന്നത്, പോലീസുകാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനു വേണ്ടി? ക്ലാസ് എടുക്കാൻ പോലെ അല്ല, എന്തിനാ ശമ്പളം കൊടുക്കണേ? ജനങ്ങളെ തെറ്റി പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പോലീസുകാർക്കും എക്സൈസുകാർക്കും ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ തടയാനാണ്. അവരാ പണി മര്യാദയ്ക്ക് എടുത്താൽ മതി. അവരുടെ പണിയെടുക്കാതെ അവരെ സ്കൂളിലേക്ക് വിടാണ്. എന്തിനു വേണ്ടി? ഈ സർക്കാർ നല്ലതാണ് എന്ന് ജനങ്ങളൊക്കെ പറയണമെങ്കിൽ അവര് വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം. അപ്പൊ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഇതാ പോലീസുകാരും എക്സൈസുകാരും നമ്മുടെ സ്കൂളിലേക്ക് വിട്ടിരിക്കുന്നു. അത് ഈ ഗവൺമെന്റിനെ വെള്ളപൂശാൻ വേണ്ടി ചെയ്യുന്ന സംവിധാനമാണ്. മണ്ഡലം പ്രസിഡന്റ് ശോഭന ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ആന്റണി ആലുക്ക മുഖ്യപ്രഭാഷണം നടത്തി. ഏതെല്ലാം തരത്തിലാണ് ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സാധന സാമഗ്രി ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുത്തിവെക്കുന്ന അവസ്ഥാവിശേഷം എന്ന് നമുക്കറിയാം. ഇത് ആരംഭിക്കുന്നത് ബ്രെയിൻ, തലച്ചോറിൽ നിന്ന് ആരംഭിക്കുന്നത്. ഇത് അല്പം ചെറിയൊരു ഡോസിലാണ് എടുക്കുന്നതെങ്കിലും അത് ചെന്നെത്തുന്നത് നമ്മുടെ തലച്ചോറിലേക്കാണ്. പിന്നീട് അത് സാവധാനം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മേഖലയിലേക്കും അത് പ്രവേശിക്കും. പിന്നെ അന്തരേന്ദ്രിയങ്ങള്, ഇന്നർ ഓർഗൻസ്, ലങ്സ്, ഹാർട്ട്, ലിവർ തുടങ്ങിയ എല്ലാം അത് കാർന്ന് തിന്നും. അധികം താമസിയാതെ തന്നെ അവന് അല്ലെങ്കിൽ അവള് ഇന്ന് ഈ പറഞ്ഞ മരണത്തിന് അടിമയായി തീരും എന്നത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ, ഗിരിജ ഗോപിനാഥ്, റോസിലി ജോയ്, മാലതി പരമേശ്വരൻ, പ്രിയൻ പെരിഞ്ചേരി, നന്ദകുമാർ എന്നിവർ സംസാരിച്ചു.